കാണാൻ പോകുന്നത് ആൻറ്റിക് ഡിസൈൻസിലുള്ള പെൻഡൻറ്റും അതുപോലെയുള്ള ഇയറിങ്സും അതിൻ്റെ സ്പെഷ്യൽ കുറച്ച് പീസസ് ഉണ്ട്, അതുപോലെ ബാംഗിൾസ് ഉണ്ട്. നമ്മൾ നോക്കിയോക്കാം. നഗാസ് വർക്ക് നമ്മൾ നേരത്തെ ഒരു നെക്ലസിൽ അതിന്റെ വർക്ക് കാണിച്ചിരുന്നു. കാണുമ്പോൾ നമുക്ക് തോന്നുന്നു വെയിറ്റ് ഉണ്ടെന്നുണ്ട്, പക്ഷെ അത് കൃഷ്ണൻ ഫ്ലൂട്ട് അയച്ചിരിക്കുന്ന ഒരു ഇതാണ് അല്ലേ. ചെറിയൊരു ഇത് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണ് അല്ലേ? ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഏതൊക്കെ ഇതിനായിരിക്കും മാച്ച് ചെയ്യുന്നത് കൂടുതൽ? ഇത് കൂടുതലും ഈ ജൂട്ട് അങ്ങനെയുള്ള ഡ്രസ്സിന്റെ കൂടെ ഒക്കെ കൂർത്തസ് അതിന്റെ കൂടെ ഒക്കെ കുറച്ച് രുദ്രാക്ഷത്തിന്റെ ഒക്കെ ബീഡുമായിട്ടൊക്കെ മിക്സ് ചെയ്ത്, ഫുൾ രുദ്രാക്ഷമല്ല, ഫുൾ രുദ്രാക്ഷം ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഗോൾഡ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള, കൂടുതലും ഈ കൂർത്തയിലൊക്കെ രുദ്രാക്ഷത്തിന്റെ ബട്ടനൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതിന്റെ തന്നെ കുറച്ചും കൂടി കുറച്ച് ലൈറ്റായിട്ടുള്ള ആ രൂപം, ലക്ഷ്മിയുടെ രൂപം വെച്ചിട്ട് ചെയ്യണം. ഇതേപോലത്തെ വർക്ക് തന്നെയാണ്. വെയിറ്റ്ലെസ് ആണെന്നുള്ളതാണ് അതിന്റെ വേറൊരു ഇത് അല്ലേ. വളരെ ഇതൊക്കെ പണിയുന്നതിന് കുറച്ച് സമയം അധികം എടുക്കുന്നതാണ്. മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ്. അധികം നേരം ഇത് ഒരു 1-2 മണിക്കൂർ കൂടുതലൊന്നും ഒരു സമയത്ത് ഒരു ഗോൾഡ് സ്മിത്തിന് ഇതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ണ് വേദന എടുക്കും. അത്ര സ്ട്രെയിൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ലയൺ ഉണ്ട്, ആനയും തുമ്പിക്കൈയും നമുക്ക് ചെറിയ ചെറിയ അത്രയും. സാധാരണ ഒരു പടം നമ്മൾ പത്രത്തിൽ ഒരു പേപ്പറിൽ വരയ്ക്കണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും നമുക്കറിയാം. അത് ഗോൾഡിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്തുമാത്രം പണി ഉണ്ടാവും എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു വെറൈറ്റി പീസ് ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി തീർച്ചയായിട്ടും എന്റെ തന്നെ വേറൊരു കുറച്ച് നടുക്ക് മാത്രമാണ് ഇത്തരം വർക്ക് കൊടുത്തിട്ടുള്ളത്. നഗാസിന്റെ വർക്ക് നടുക്ക് മാത്രം, ബാക്കി നമ്മൾ നോർമൽ വർക്ക് കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് മേക്കിംഗ് കോസ്റ്റ് കുറച്ച് കോംപ്രമൈസ് ചെയ്യപ്പെടും. 2 വർക്ക് കൂടി മിക്സ് ചെയ്യുന്നുണ്ട്, അത് ഒന്ന് ഷെയർ ചെയ്യും. ഇതൊക്കെ ശരിക്കും എങ്ങനെയാ കോസ്റ്റ് ഒക്കെ വരുന്നത്? അതിന് വെയിറ്റ് അനുസരിച്ചുള്ള കോസ്റ്റ് ആവുന്നത്. ഇതുപോലെ 7 പവനൊക്കെ, ഇതൊക്കെ 7 പവനാണ് വരുന്നത്. ഇത്രയുണ്ട്. ബാക്ക് ഷീറ്റ് ക്ലോസ് ചെയ്തിട്ടാണ്. അതുപോലെ സാരിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊളുത്തി വലിക്കുകയോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം മാത്രമല്ല, നമുക്ക് ഈ ഇത്തരം ഈ കൊത്തുപണിയുള്ള ഈ വർക്കിന് ഡാമേജ് സംഭവിക്കാണ്ടിരിക്കാനും കൂടിയാണ് ഇവിടെ ഒരു ഷീറ്റ് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൂടി ഡാമേജ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതെ, പിന്നെ അതിൽ ആഭരണങ്ങളുടെ ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ ആഭരണങ്ങളുടെ ഇതിലുണ്ട് ഹോൾമാർക്കിംഗ് വരുന്നത്. ശരിക്കും ഈ 916 എന്ന് പറയുന്നതാണ് പ്യുവർ ഗോൾഡ് എന്നുണ്ടല്ലോ, അങ്ങനെയാണ്. ഇപ്പം നമ്മളെങ്ങനെയാ അത് ഇപ്പം 916 തിരിച്ചു കൊടുക്കുമ്പം നമ്മൾ വാങ്ങിച്ച അതേ രീതിയിൽ തന്നെയുള്ളൊരു വില നമുക്ക് കിട്ടുമോ? 916 എന്ന് എഴുതിയേക്കുന്നതിന് അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. 916 ഹോൾമാർക്ക് ആയിരിക്കണം. 916 വെറുതെ ആഭരണത്തിന്റെ മുകളിൽ എഴുതിയേക്കുന്ന ആഭരണങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല. 916 ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബിൽ പ്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് ലേസർ മാർക്ക് ചെയ്തിട്ടുള്ള ആഭരണങ്ങളായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. അത് ഇതിൽ തന്നെ ഉണ്ടല്ലോ. ഇതിലിപ്പോൾ 916 എന്നുള്ള ചുമ്മാ എഴുതിയിട്ടുള്ളതുണ്ട്, അതുകൂടാതെ അതിൽ തന്നെ ലേസർ ഹോൾമാർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. ഇത് വ്യക്തമായിട്ട് കാണാം. അപ്പം ഈ ലോക്കറ്റിലാകുമ്പോൾ കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ലേസർ മാർക്കാണ്, നമുക്ക് ഹോൾമാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം സീല് വേണം ആഭരണങ്ങളിൽ. പലരും ഇതല്ല വെറുതെ 916 കാണിച്ചിട്ട് ആളുകൾ പറ്റിക്കുന്നുണ്ട്. അതറിയില്ലാതെ ആളുകൾ അതിൽ പെട്ടു പോകുന്നുണ്ട്. ഭീമയിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇതിലൊന്നല്ല, എല്ലാ ഐറ്റം ഒരു മുക്കുത്തി ആണെങ്കിലും അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ കാണാൻ സാധിക്കും. കാണണം, ചോദിക്കണം. എല്ലാ ഐറ്റത്തിലും ഈ ഒരു മാർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും. സാധാരണ ഒരു ജസ്റ്റ് നമ്മുടെ ഓർണമെന്റിൽ 916 എഴുതിയ ഒരിക്കലും അല്ല. 916 അതിപ്പോ വെറുതെ 916 എന്നല്ല 920 വേണമെങ്കിൽ എഴുതാമല്ലോ. അതെ, നമ്മളിപ്പോ നല്ല നോട്ടും മോശം നോട്ടും കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം മാർഗങ്ങളുണ്ട്. ഇപ്പം അതൊക്കെ എല്ലാ ഫീൽഡിലും അതനുസരിച്ചുള്ള ഫേക്കുകളും ഉണ്ടാവും. എപ്പോഴും അലർട്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് വന്നിട്ട് ഒരു വേറൊരു വെറൈറ്റി നമ്മൾ ശരിക്കും കാണാത്തൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഗോൾഡ് ഇതും വന്നിട്ടുണ്ട്, സ്റ്റോൺസ് മാത്രം വന്നിട്ടുണ്ട്, ചെറിയൊരു ഹാങ്ങിങ് അല്ലേ. അതിൽ തന്നെ 3 ഡിഫറെന്റ് കളർ വന്നിട്ടുണ്ട്, ഗോൾഡും റൂബിയും അതുപോലെ ചെറിയ ഗ്രീൻ കളർ. ഇതിന്റെ ഹാങ് ചെയ്യുന്ന ഒരു പോർഷൻ കണ്ടില്ല. ഇപ്പം ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഈ പോർഷൻ കണ്ടോ, സൈഡ് പോർഷന്റെ ചെറിയ ചെയിൻ ഇടാനുള്ള ഒരു നമുക്ക് അറിയില്ല, അതൊരു ഹുക്ക് ആണെന്നുള്ള ഫീൽ കൊടുക്കാതെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല.
പിന്നെ അത് വർക്ക് കൊടുത്തിട്ട് വേറെ ചെയ്യുമ്പോൾ നമുക്ക് ഹുക്കാണെന്നുള്ള ഫീൽ ഉണ്ടാവും. ഹാളിലേക്കൂടെയാണ് നമ്മൾ ചെയിൻ അതെ ഇടുന്നത് അല്ലേ? അതെ. ഒരു നല്ലൊരു അങ്ങനെ കുറച്ച് സൽവാസിന്റെ കൂടെയൊക്കെ പോകാൻ പറ്റും. ഇത്തരം വെറൈറ്റീസ് ധാരാളം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു സാമ്പിളാണ്, മാത്രമേ കാണിക്കാൻ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. എന്നാലും അതിൻ്റെ ഒരു സാമ്പിളാണ് ഇതൊക്കെ. ഒരു അതുപോലെ വെയിറ്റ്, അതുപോലെ തന്നെ ചെറിയ വെയിറ്റുകൾ ഒക്കെ വേണമെങ്കിൽ കുറച്ച് ഇതിലിങ്ങനെ അല്ലേ? അതെ ആ ഗോൾഡിന്റെ ഒരു ഇതും ആ ഒരു സെപ്പറേഷൻ ആണ് അതിനെ കുറച്ചും കൂടി തീർച്ചയായിട്ടും. സ്റ്റോൺസിന്റെ ഒരു പോർഷനും ഗോൾഡിന്റെ അതൊരു മിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടന്റിന്റെ ഒരു വേറെ വെറൈറ്റി ആണ് അല്ലേ? കുറച്ചും കൂടിയും ഗണപതിയാണ് അതിൽ, ഗണപതിയുടെ രൂപം കൂടുതലും. ഇതിലും കണ്ട ഈ ഒരു പോർഷൻ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ് അല്ലേ? നമുക്ക് അങ്ങനെ കുത്തി തിറക്കിയോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് വർക്ക് നല്ല ഹെവി വർക്ക് ആയാലും ബാക്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നല്ല ഈ ഒരു ജസ്റ്റ് ഇതിലാണ് ചെയിൻ ഉണ്ടാക്കി വരുന്നത് അല്ലേ? ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ